അപ്പം അങ്ങനെ തുടങ്ങല്ലേ. അവിയൽ കൊണ്ട് നമുക്ക് ആദ്യമേ പരീക്ഷണം നടത്താം. ഇതാണ് അവിയലിൻ്റെ കഷ്ണങ്ങൾ. കഷ്ണങ്ങൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നു. അതിനുശേഷം നമ്മൾ തക്കാളി എടുത്തു, ഉള്ളി എടുത്തു, പച്ചമുളക് എടുത്തു, കട്ട് ചെയ്തു. ദാ നമ്മുടെ തക്കാളി അതേ വന്നിരിക്കുന്നു. പിന്നെ ഉള്ളി കുനുകുന അരിഞ്ഞത്. പിന്നെ കുക്കർ. അതിനുശേഷം നമ്മളെല്ലാം കൂടെ വാരി അതിനകത്തിട്ടു. അതിനകത്ത് കുക്കർ ഒന്ന് കലക്കി. അതിനുശേഷം കറിവേപ്പില, ദേ കിടക്കുന്ന കറിവേപ്പില ഇങ്ങനെ നമ്മൾ വിതറുന്നു. പിന്നെ വിതറുന്നു. എന്താണ് കറിവേപ്പില മാത്രമുള്ള. അതിനുശേഷം മഞ്ഞപ്പൊടി ഇടുന്നു. അതിനുശേഷം ഉപ്പിടുന്നു. നിങ്ങൾ ആരെങ്കിലും ഇതിനകത്ത് കുക്കർ ബിരിയാണി കഴിച്ചിട്ടുണ്ടോ? പിന്നെ അടച്ച് വെക്കുക. അങ്ങോട്ട് വെച്ചിട്ട് ഒന്ന് പറയത്തേക്കിട്ട് തേങ്ങ അങ്ങോട്ട് എടുക്കുക. തേങ്ങയൊക്കെ ഐസായി. എന്തെങ്കിലും നിങ്ങൾ അറിയുന്നുണ്ടോ? ദുബായ് ഫുള്ള് ഐസാണ്, ഐസ്. തണുത്തിട്ടൊന്നും ഇരിക്കാൻ വയ്യ. അതിനുശേഷം എൻ്റെ പേരെന്തായിരുന്നു, മറന്നു പോയല്ലേ പണ്ടാരം പിടിക്കാനായിട്ട്. പിന്നെ ജീരകമൊക്കെ ഇട്ട്, പിന്നെ കുറച്ചും കൂടെ ഭംഗിക്ക് വേണ്ടി കറിവേപ്പിലയൊക്കെ അടച്ചങ്ങോട്ട് മിക്സിക്കകത്തിട്ട് ഐസ് ഇപ്പം മിക്സി പന്നിലേക്കാണ് ഗൈസ്. അപ്പോഴത്തേക്ക് വിസിലടിച്ച് തേങ്ങയൊക്കെ അങ്ങോട്ട് പറഞ്ഞു ഗൈസ്. എങ്ങനെയാണ് പറയാൻ പോലും പറ്റത്തില്ല ഗൈസ്. അതിനുശേഷം തുറന്നു നോക്കിയപ്പോൾ കാണാം സാമ്പാർ. അവിയൽ വെച്ചതാണ് സാമ്പാർ വെച്ചതാണ് സംശയമായി പോയി. പിന്നെ നോക്കുമ്പോൾ കാണാം എൻ്റെ കാടി വലിയൊരു വണ്ടി അപ്പുറത്തൊരു പാത്രം എടുത്ത് വെച്ചേക്കുക. അതിനകത്തുനിന്ന് ഇപ്പോൾ കേട്ടത് എന്തോ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എണ്ണയൊക്കെ ഇങ്ങോട്ട് കുത്തി ഒഴിച്ചിട്ട് പോലും എണ്ണയൊന്നും വീഴുന്നില്ലെന്നേ. എന്ത് ചെയ്യാൻ? പിന്നെ ഞാനങ്ങോട്ട് തിളപ്പിക്കാന്ന് വിചാരിച്ചു. പിന്നെ തേങ്ങയൊക്കെ അങ്ങോട്ട് ഇട്ട് എന്ത് ചെയ്യാനാ, വീട്ടിലുണ്ടായിരുന്നെങ്കിൽ അമ്മയൊക്കെ ഉണ്ടാക്കി തന്നേന്. അമ്മയുടെയൊക്കെ വില അറിയുന്നത് ഇപ്പോഴാണ്. കറിവേപ്പിലേക്കിട്ട് ഓടി നിൽക്കുന്ന വൃത്തിയാണ് അവിടെ നിന്ന് തേങ്ങ അങ്ങോട്ട് ഇടുന്നത്. അങ്ങോട്ട് എൻ്റെ മീൻകറിയാണ് ഗൈസ്, മീൻകറി. ഫുഡൊക്കെ ആക്കാനൊക്കെ അറിയാം ഗൈസ്. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇപ്പോൾ ഒന്നും എല്ലാം മറന്നുപോയി. എണ്ണയൊക്കെ അങ്ങോട്ട് ഒഴിച്ച് അങ്ങോട്ട് ഇളകി ഇത് എന്തിനാണ്, മോരിനാണെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. പക്ഷേ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കലക്കി അങ്ങോട്ട് എടുക്കുക. എന്താണ് ഗൈസ്, നമ്മുടെ സാമ്പാർ അവിയൽ റെഡിയായിരിക്കുകയാണ്. സാമ്പാർ അവിയൽ കോരി നോക്കിയിട്ട് സാമ്പാറാണോ, കഷ്ണമൊന്നും കാണാനില്ലല്ലോ ഗൈസ്. അവിയലാണോ എന്നൊരു സംശയം. പിന്നെ എല്ലാം അറിയത്തില്ലെങ്കിലും ചൗന്തോ അറിയത്തില്ലെങ്കിൽ എല്ലാം അറിയാവുന്ന പോലൊരു മോരൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അവസാനം കറിയാപ്പില്ലെങ്കിൽ ഇട്ട് ഞാൻ പൂർത്തിയാക്കി.